ഹലോ. അപ്പോൾ കുറേ നാളായിട്ട് ആദപ്പനെയും കൊണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ യാത്ര. ഞങ്ങളുടെ കൂടെ ആദപ്പനും ഉണ്ട്. ആദപ്പൻ നല്ല ഉറക്കമാണ്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി. ഞാനൊരു നെയ്റോസ്റ്റും ചേട്ടനൊരു പ്ലെയിൻ ദോശയാണ് ഓർഡർ ചെയ്തത്. എപ്പോഴും പുറത്ത് പോകുമ്പോൾ പൊറോട്ട അല്ലെങ്കിൽ പൂരിയാണ് ഞാൻ ഓർഡർ ചെയ്യാറുള്ളത്. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നെയ്റോസ്റ്റിൽ പിടിച്ചത്. പക്ഷെ പൊറോട്ടയും പൂരിയും കഴിക്കുമ്പോൾ ഉള്ള ഒരു പോളിംഗ് എനിക്കിതിലില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആർച്ച് കണ്ടപ്പോൾ ചിലപ്പോൾ ഒട്ടുമിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവാം, കുമാരസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആർച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്പലമായിരിക്കുമെന്ന്. പക്ഷെ അല്ലായിരുന്നു. പോകുന്ന വഴിക്ക് പിന്നെയും കുറേ അമ്പലങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു യാത്ര നമുക്ക് ഒട്ടും ബോറടിക്കില്ല. കാരണം കാണാൻ അത്രമാത്രം ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ, മലയും കുന്നും ഒക്കെ ആയിട്ട്. കാറ് പാർക്ക് ചെയ്ത് അമ്പലത്തിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഈ ഒരു ദോശ ചുടലായിരുന്നു. ഇതെന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയില്ല, ചേട്ടനും അറിയില്ലായിരുന്നു. അവിടെ കൊടുക്കുന്ന എന്തോ പ്രസാദമായിരിക്കുമോ എന്ന് വരെ വിചാരിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായി അതല്ല സംഭവം, എന്തോ പലഹാരമാണ്. കുഞ്ഞുങ്ങളുടെ മുടിയെടുക്കൽ പ്രമാണിച്ചാണ് കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നത്. മുടിയെടുക്കാനായിട്ട് അന്നേ ദിവസം നല്ല തിരക്കും ഉണ്ടായിരുന്നു. നേരെ നമ്മൾ അമ്പലത്തിലേക്ക് കടക്കാന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ആ മലയും കുന്നും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 10-10:30 സമയം ആയിട്ടുണ്ടാവും നമ്മൾ അവിടെ എത്തിയപ്പം. പിന്നെ പൊരിവെയിലത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ച് നേരെ നമ്മൾ അകത്തേക്ക് കയറി. അകത്തൊക്കെ കയറി ഒന്ന് തൊഴുതിയതിനു ശേഷം നമ്മളിതേ പുറത്തൊന്ന് വലം വെക്കാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അകത്ത് തൊഴുതിറങ്ങാൻ തന്നെ ഒരു ക്യൂ ഉണ്ട്. പക്ഷെ അത് വലിയ പാടൊന്നുമുള്ള ക്യൂ അല്ല, പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങിക്കോളും. ആദപ്പന് പിന്നെ തറയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു ഒരേ വാശി. പിന്നതേ അവനെ ഒന്ന് തറയിലോട്ട് ഇറക്കി വിട്ടു. അങ്ങോട്ട് പോയപ്പോഴേ നോക്കി വെച്ചൊരു സാധനമായിരുന്നു ആദപ്പൻ ഈ ഫോൺ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. എനിക്കും കൊച്ചിലെ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരെണ്ണം. പൊന്നു പോലെയാണ് ഞാൻ അത് സൂക്ഷിച്ചത്. ആ പൊന്ന് ഇപ്പോഴും കയ്യിലുണ്ടോ എന്ന് ചോദിക്കരുത്. കാലങ്ങളുടെ പഴക്കം ചെന്നപ്പോഴാണ് അത് നശിച്ചു പോയത്. പക്ഷെ എൻ്റെ മകൻ ഇത് കാറ് കയറി ഉടനെ തന്നെ എൻ്റെ കയ്യിൽ 2 പീസാക്കി തന്നു. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് കാറിന്റെ പുറത്ത് ചേട്ടന്റെ അപരൻ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. മരകോവിലി വന്നതിന് ശേഷം നമ്മളിത് മേലാങ്കോട് എന്ന് പറഞ്ഞൊരു കോവിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ അത്രയും പല പ്രായപരിധിയിലുള്ള ചേട്ടന്റെ അപരന്മാരെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അമ്പലത്തിലേക്ക് പോയ ആരോ കാറ് പാർക്ക് ചെയ്തിട്ട് പോയതാണെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവരും കൂടെ ചേർന്ന് കാറിനെ ഒരു പരുവാക്കിയിട്ടുണ്ട്. ഇത് കണ്ട ചേട്ടൻ കാറിന് പരിക്ക് പറ്റുമെന്ന് പേടിച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് മാറ്റിയിട്ടു. പിന്നതേ കാൽനട യാത്രയിലേക്കാണ് അമ്പലത്തിലേക്ക് നമ്മൾ കയറിയത്. പുറത്തു നിന്ന് ദേവിക്ക് വയ്ക്കാനുള്ള ഹാരവും പൂവും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആദപ്പന് ഏകദേശം അടുത്തൊരു ഉറക്കത്തിനുള്ള സമയമായി വരുന്നുണ്ട്. തൊഴുതൊക്കെ ഇറങ്ങി പുറത്തു നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതിനുശേഷം തിരിച്ചു പോവാണ്. തൊഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12:30 സമയമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിക്കുവാണ്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയാണ് ഞങ്ങൾ കഴിച്ചത്. ആദപ്പന് കുറച്ച് ചോറ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ രണ്ടുപേരും ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് എനിക്ക് ഉണക്കച്ചോറ് ഒന്ന് പറ്റിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദപ്പന് ഒരു വിധത്തിൽ വാ തുറക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം കാർട്ടൂണൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്താണ് അവനെ ഒന്ന് മെരുക്കിയെടുത്തത്. അതിനുശേഷം നമ്മുടെ ഫുഡ് അടിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.